നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ 2022 ഒക്ടോബർ മാസം 27-ാം തീയതി സൗത്ത് കൊറിയയിലേക്ക് ഒരു യാത്ര നടത്തി. അന്ന് ആ യാത്രയെക്കുറിച്ച് ഞാൻ കുറേ അധികം വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ വീഡിയോകളിൽ ഒന്നും തന്നെ സബ് ടൈറ്റിൽസ് ആക്ടിവേഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് സബ് ടൈറ്റിൽസ് ആക്ടിവേഷനോട് കൂടി പുതിയ വെർഷൻ പ്രസിദ്ധീകരിക്കുന്നത്. ഈ യാത്രയ്ക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത് സിംഗപ്പൂർ എയർലൈൻസ് ആയിരുന്നു. കൊച്ചി, സിംഗപ്പൂരിൽ നിന്നും കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലെ ഇഞ്ചിയോൺ എയർപോർട്ടിലേക്കും ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഞങ്ങൾ സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അടുത്ത കൊറിയയിലേക്കുള്ള സിഞ്ചിയോൺ എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി ടെർമിനൽ 3യിലേക്ക് പോകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചാങ്കി എയർപോർട്ട് എന്നും ഈ വിമാനത്താവളത്തെ അറിയുന്നുണ്ട്. സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളം ഹബ്ബായിട്ടുള്ള സിംഗപ്പൂരിന്റെ ഫ്ലാഗ് കാരിയർ എയർലൈനാണ് സിംഗപ്പൂർ എയർലൈൻസ്. ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസായി സ്കൈ ടാക്സ് ഇതിനെ 4 തവണ റാങ്ക് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ആൻഡ് ഷെയർ മാസിക 20 വർഷത്തിലധികം ലോകത്തിലെ മികച്ച എയർലൈനായി തിരഞ്ഞെടുത്തത് സിംഗപ്പൂർ എയർലൈൻസിനെയാണ്. മൊത്തത്തിൽ വിജയികളായ ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് ക്ലാസും മിഡിൽ ഈസ്റ്റിലെ മികച്ച എയർലൈനായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം സ്ഥാനത്തുള്ള സിംഗപ്പൂർ എയർലൈൻസ് ലോകത്തിലെ മികച്ച ക്യാബിൻ ക്രൂ, മികച്ച ഫസ്റ്റ് ക്ലാസ്, ഏഷ്യയിലെ മികച്ച എയർലൈൻ എന്നിവയുടെ പട്ടികയിൽ 1ാമതെത്തി. ചാങ്കി എയർപോർട്ടിൽ ഞങ്ങൾ സിയോളിലേക്കുള്ള വിമാനം കാത്തു നിൽക്കുന്ന ഏരിയയാണ് ഇത്. ഡിപ്പാർച്ചർ ലോഞ്ചാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർലൈൻസ് എയർബസ് 380-800 എന്ന സീരിയൽപ്പെട്ടിട്ടുള്ള വിമാനമാണ്. ഇനി അധിക സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ ബോർഡിംഗ് സ്റ്റാർട്ടാകും. ഫ്ലൈറ്റിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു, ബോർഡ് എത്തിക്കഴിഞ്ഞു. ഇതാണ് സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റിലെ ഉള്ളിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡിപ്പാർച്ചറിന് ഫ്ലൈറ്റ് തയ്യാറായി കഴിഞ്ഞു. പുഷ് ബാക്ക് ചെയ്യുന്നു. ടാക്സി പോയിന്റിലേക്കാണ് ഇപ്പോൾ പുഷ് ബാക്ക് ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാന കമ്പനികളിൽ ഒന്നായി പരക്കെ അറിയപ്പെടുന്ന ഈ എയർലൈൻ 5 സ്റ്റാർ എയർലൈനായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിമാനം ചാങ്കി എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ആവുന്നു. ഒരു സ്മൂത്ത് ടേക്ക് ഓഫ് ആണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു, എയർബോൺ ആയി കഴിഞ്ഞു നമ്മുടെ വിമാനം. സിംഗപ്പൂരിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് ചാങ്കി എയർപോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ എയർപോർട്ടിന് 3 റൺവേകളുണ്ട്. ഓരോന്നിനും 4000 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുണ്ട്. 1300 ഹെക്ടർ വിസ്തൃതിയുള്ള ചാങ്കി ഏഷ്യയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. നമ്മുടെ യാത്രാ ലക്ഷ്യമായ കൊറിയയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്ത് കൊറിയൻ ഉപദ്വീപിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ. 1945 വരെ കൊറിയൻ ഉപദ്വീപ് ഒറ്റ രാജ്യമായിരുന്നു. അതിനുശേഷമാണ് ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത്. ഉത്തര കൊറിയയുമായി മാത്രമാണ് ഈ രാജ്യം കരാതിർത്തി പങ്കിടുന്നത്. ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി സമുദ്രാതിർത്തി പങ്കിടുന്നുണ്ട്. 1910 മുതൽ 1945 വരെ ജപ്പാന്റെ അധീനതയിലായിരുന്നു ഈ രാജ്യം. കൊറിയ ഓഗസ്റ്റ് 15-നാണ് ദക്ഷിണ കൊറിയ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. യുദ്ധങ്ങളും സൈനിക ഭരണങ്ങളും ഭരണഘടനാ പ്രതിസന്ധികളും ഏറെക്കുറെ കണ്ട ഈ രാജ്യം പക്ഷേ ഇവയൊക്കെ അതിജീവിച്ച് പുരോഗതിയിലേക്ക് കുതിക്കുന്നു. ആഭ്യന്തര ഉൽപാദന കണക്കിൽ 10ാം സ്ഥാനത്താണ് ദക്ഷിണ കൊറിയയുടെ സ്ഥാനം. സാങ്കേതിക വിദ്യയിൽ അതിവേഗം കുതിക്കുന്ന ഈ രാജ്യം കമ്പ്യൂട്ടർ കളികൾ, മൊബൈൽ ഫോണുകൾ എന്നിവയുടെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനക്കാരാണ്. നമ്മൾ ഏകദേശം ഇഞ്ചിയൺ എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഇത് നമ്മൾ ലാൻഡിന് ആകും. ഇപ്പോൾ ലാൻഡിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിയൺ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ ലാൻഡ് ചെയ്യുന്നത്. ഒരു സ്മൂത്ത് ലാൻഡാണ് നമ്മൾ ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ടച്ച് ഡൗൺ ആകാൻ ഒരുങ്ങുന്നു. ടച്ച് ഡൗൺ ആയി, നമ്മുടെ എയർക്രാഫ്റ്റ് ടച്ച് ഡൗൺ ആയി ഇഞ്ചിയോൺ എയർപോർട്ടിൽ, കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലുള്ള ഇഞ്ചിയോൺ എയർപോർട്ടിൽ. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ എമിഗ്രേഷൻ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി പോകുന്നതിനിടയിൽ കണ്ട ദൃശ്യങ്ങളാണ് ഇതെല്ലാം. ഞങ്ങൾ 43 പേര് ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല യാത്രാ പ്രേമികളും ആദ്യമായി കൊറിയയിലേക്ക് പോകുന്നവരുമായിരുന്നു. അതിന്റെ ആകാംക്ഷ എല്ലാവരിലും കാണുന്നുണ്ടായിരുന്നു. 1945 സെപ്റ്റംബർ 9-ന് അമേരിക്കൻ സൈന്യം ദക്ഷിണ കൊറിയയിൽ പ്രവേശിച്ചു. പട്ടാള ഭരണകൂടം സ്ഥാപിച്ചു. എന്നാൽ ഓഗസ്റ്റ് 15-ന് തന്നെ റിപ്പബ്ലിക് ഓഫ് കൊറിയ ഔദ്യോഗികമായി നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു.
ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിലേക്ക് സർവീസ് നടത്തുന്ന പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇഞ്ചിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഇത്, ഇഞ്ചിയോൺ എയർപോർട്ട്. ഏകദേശം വൈകുന്നേരം 5:30 മണിയോടുകൂടി എയർപോർട്ടിൽ നിന്ന് റിലീസായ ഞങ്ങൾ നേരെ പോയത് സിയോൾ ടവർ, സാധാരണയായി സിയോൺ ടവർ എന്നും അറിയപ്പെടുന്നു. അത് കാണാൻ വേണ്ടിയായിരുന്നു പോയിരുന്നത്. ഈ ടവർ ദക്ഷിണ കൊറിയയിലെ സെൻട്രൽ സിയോളിലെ നൻസൺ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശയവിനിമയ നിരീക്ഷണ ടവറാണ്. ഇപ്പോൾ സിയോളിന്റെ പ്രതീകമായ സിയോൾ ടവർ സിയോളിന്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ കാണാൻ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1969 മുതൽ കൊറിയയിലെ ആദ്യത്തെ പൊതു റേഡിയോ തരംഗ ടവർ കൂടിയാണിത്. മെട്രോപൊളിറ്റൻ പ്രദേശത്ത് ടിവിയും റേഡിയോയും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഈ ടവറിൽ നിന്ന്. ആ ടവറിന്റെ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്, രാത്രി കാഴ്ച. പിന്നീട് അതിനുശേഷം ഞങ്ങൾ താമസിക്കാനും വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന ഹോട്ടലിലേക്കായിരുന്നു. ഹോട്ടലിൽ പോയി താമസിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം വേണം ഞങ്ങൾക്ക് അടുത്ത ദിവസം പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അടുത്ത ദിവസം രാവിലെ 6 മണിയോട് കൂടി തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്നും പുറപ്പെട്ടു. കാരണം ഇന്ന് ഞങ്ങൾക്ക് കുറെ അധികം പ്രോഗ്രാം ചെയ്യാനുണ്ട്, കാണാനുണ്ട്, ചിത്രീകരിക്കാനുണ്ട്. ആദ്യം ഞങ്ങൾ പോയത് ദക്ഷിണ കൊറിയയുടെ പ്രസിഡൻഷ്യൽ റെസിഡൻസിൽ കാണാൻ വേണ്ടിയായിരുന്നു. യോങ്സാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. മുൻപ് നാഷണൽ ഡിഫൻസ് ബിൽഡിംഗ് മന്ത്രാലയമായിട്ടാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. നിലവിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പക്ഷേ ഈ വസതിക്കുള്ളിലേക്ക് ആർക്കും ഒരു പ്രവേശനമില്ല. കഠിനമായ സെക്യൂരിറ്റി നിബന്ധനകൾ നിലനിൽക്കുന്നത് കൊണ്ട് ഈ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് മറ്റു വാഹനങ്ങൾക്കൊന്നും തന്നെ വരുവാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഏകദേശം 1 കിലോമീറ്റർ ദൂരെ വരെ ഞങ്ങളെ എത്തിക്കുകയും അവിടെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കാൽനടയായിട്ടാണ് ഞങ്ങൾ ആ കൊട്ടാരം കാണാൻ വേണ്ടി പോയത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനിയും ഏകദേശം കുറേയധികം കൂടി നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ആ കൊട്ടാരത്തിന്റെ അടുത്തെത്തിത്തീരുകയുള്ളൂ. അങ്ങ് ദൂരെ ആ മലയുടെ മുൻവശം ഇളം നീല നിറത്തോടു കൂടിയ മേൽക്കുരയോട് കൂടിയ വീട് കാണുന്നുണ്ടല്ലോ, കൊട്ടാരമാണ് അത്. ആ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അക്ഷരാർത്ഥത്തിൽ നീല ടൈലുകളുള്ള ഒരു പവിലിയനാണ് ആ ഭാഗം. ബ്ലൂ ഹൗസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് 2022 വരെ റിപ്പബ്ലിക് ഓഫ് കൊറിയൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസും ഔദ്യോഗിക വസതിയും ആയിരുന്നു. ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിത ഔദ്യോഗിക വസതിയാണ് ബ്ലൂ ഹൗസ്. കൊറിയൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ പ്രധാന പ്രവേശന കവാടമാണ് ഇത്. ഇവിടം വരെ വരുവാനും ചിത്രങ്ങൾ എടുക്കാനുള്ള അവകാശങ്ങൾ മാത്രമേ സന്ദർശകർക്കും വിനോദസഞ്ചാരികൾക്കും അനുവദിച്ചിട്ടുള്ളൂ. അമേരിക്കൻ ഐക്യനാടുകളിലെ ജനങ്ങളുടെ തങ്ങളുടെ പ്രസിഡന്റിന്റെ ഓഫീസിനെയും വസതിയെയും വൈറ്റ് ഹൗസ് എന്ന് വിളിക്കുന്നത് പോലെ കൊറിയൻ പ്രസിഡന്റിന്റെ വസതിയാണ് ബ്ലൂ ഹൗസ്. ഇവിടെ എത്തിയ എനിക്ക് ചില സമരക്കാരെ കാണാൻ പറ്റി. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ പ്രവേശന കവാടത്തിൽ ഇവർ എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ല. തികച്ചും ശാന്തരായിരിക്കുന്നു, മുദ്രാവിളികളൊന്നും തന്നെയില്ല, ക്രമസ്വഭാവം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയതിനു ശേഷം തിരിച്ച് ബസ്സിലേക്കുള്ള യാത്രയാണിത്. ദക്ഷിണ കൊറിയയിലെ ശരത്കാലമാണ് ഇപ്പോൾ. ശരത്കാലം സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും തണുത്ത താപനിലയ്ക്കും ധാരാളം തണ്ണി ദിവസങ്ങൾക്കും പേര് കേട്ടതാണ് ഇത്. രാജ്യത്തെ ദേശീയ പാർക്കുകളിലെ സിയോരക്സൻ, ജിരിസൻ, സോങ് നിസാൻ എന്നീ ഇനങ്ങളിൽപ്പെട്ട ചെടികളുടെ ഇലകൾ പച്ചയിൽ നിന്നും ചുവപ്പും സ്വർണ്ണ മഞ്ഞയും ആയി മാറുന്നു. ഈ പ്രക്രിയയെ കൊറിയക്കാർ ഡാൻപുങ് മുൾഡൂൾഡ എന്ന് വിളിക്കുന്നു. ഇലകൾ കാണാനുള്ള ഏറ്റവും നല്ല സമയം ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. പിക് സീസൺ ഏകദേശം 2 ആഴ്ച വരെ നീണ്ടു നിൽക്കും. ശരത്കാല പ്രകൃതി ദൃശ്യങ്ങൾ ഓറഞ്ച്, ചുവപ്പ്, കുരുമുളക് എന്നിവയുടെ അതിശയകരമായ ഷെയ്ഡുകൾ നമുക്ക് നൽകുന്നു. കൊറിയയുടെ പുരാണ ചരിത്രത്തിൽ ഈ രാജ്യം ഭരിച്ചിരുന്ന ജോസോൺ രാജവംശത്തിലെ പ്രധാന രാജകൊട്ടാരമായിരുന്നു ജിയോങ് ബോങ്കുങ് കൊട്ടാരം. ആ കൊട്ടാരം കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ആ കൊട്ടാരത്തെ കുറിച്ചുള്ള ഹ്രസ്വ വിവരണമാണ് ഗൈഡ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവരണങ്ങളും ചിത്രങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.